വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൻ്റെ അനാട്ടമിയാണ് ലാസ്റ്റ് ക്ലാസ്സിൽ, അതായത് ലാസ്റ്റ് വീഡിയോയിൽ നോക്കിയത്. അപ്പോൾ ഞാൻ ഇന്ന് വരുന്നത് അതിൻ്റെ ബാലൻസ്, അതായത് ഡയഗ്നോസ്റ്റിക് മെഷേഴ്സ് ഒക്കെ നമുക്ക് വേണമല്ലോ, ഇമ്പോർട്ടൻ്റ് ആയ ഡയഗ്നോസ്റ്റിക് മെഷേഴ്സ്, അല്ല എസ്പെഷ്യലുള്ള ഇ സി ജി നമുക്ക് എങ്ങനെ പെട്ടെന്ന് ഇ സി ജിയിലെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം, ഇ സി ജിയിലെ കുറച്ച് ട്രിക്സ് ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാം. ലാസ്റ്റിന് ഇ സി ജിയുടെ കുറച്ച് ട്രിക്സ് ഒക്കെ പറയുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് കൂടുതൽ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എല്ലാവരും നന്നായിട്ട് പഠിക്കാം. കാർഡിയോവാസ്കുലർ സിസ്റ്റം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ലാസ്റ്റത്തെ വീഡിയോയിൽ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൻ്റെ അനാട്ടമി, അതായത് അനാട്ടമി ഹാർട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് ഡയഗ്നോസ്റ്റിക് മെഷേഴ്സ്, കാർഡിയോളജിയിലെ ഡയഗ്നോസ്റ്റിക് മെഷേഴ്സാണ് പറയുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഞാൻ കുറച്ച് ടെർമിനോളജീസ്, അതായത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൽ പഠിക്കാനുണ്ട്, ഒഴിച്ചുകൂടാനാവാത്ത. അപ്പോൾ അത് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കുറച്ച് പോർഷൻസാണ്. അപ്പോൾ അതാദ്യം പറഞ്ഞിട്ട് നമുക്ക് ഡയഗ്നോസ്റ്റിക് മെഷേഴ്സിലോട്ട് പോകാം. ഫസ്റ്റ് വൺ, സ്ട്രോക്ക് ഓളിയം എന്ന് പറയുമ്പോൾ ഓരോ ഹാർട്ട് ബീറ്റിലും വെൻട്രിക്കിളിൽ നിന്ന് ഇജക്റ്റ് ആവുന്ന ബ്ലഡിൻ്റെ എമൗണ്ട്, അതായത് എമൗണ്ട് ഓഫ് ബ്ലഡ് ഇജക്റ്റഡ് ഫ്രം ദ വെൻട്രിക്കിൾ വിത്ത് ഈച്ച് ഹാർട്ട് ബീറ്റ്. മനസ്സിലായല്ലോ? ഓരോ ഹാർട്ട് ബീറ്റിലും എത്രത്തോളം ബ്ലഡാണ് വെൻട്രിക്കിളിൽ നിന്ന് ഇജക്റ്റ് ചെയ്ത് പുറത്തോട്ട് വരുന്നത്. അതിൻ്റെ ആവറേജ് 70 ml. സ്ട്രോക്ക് ഓളിയം നോർമൽ വാല്യൂ എത്രയാണ്? 70 ml, 70 ml. കിട്ടിയല്ലോ? നെക്സ്റ്റ് വൺ, കാർഡിയക് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ഒരു മിനിറ്റിനുള്ളിൽ വെൻട്രിക്കിളിൽ നിന്ന് എത്രത്തോളം ബ്ലഡാണ് പമ്പ് ചെയ്യപ്പെടുന്നത്. ഒരു മിനിറ്റിൽ വെൻട്രിക്കിളിൽ നിന്ന് എത്രത്തോളം ബ്ലഡാണ് പമ്പ് ചെയ്യപ്പെടുന്നത്. എമൗണ്ട് ഓഫ് ബ്ലഡ് പമ്പ്ഡ് ബൈ ഈച്ച് വെൻട്രിക്കിൾ ഇൻ 1 minute. മനസ്സിലായല്ലോ? അപ്പോൾ അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? കാർഡിയക് ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു സ്ട്രോക്ക് ഓളിയം ഇൻറ്റു ഹാർട്ട് റേറ്റ്. സ്ട്രോക്ക് ഓളിയം സ്ട്രോക്ക് ഓളിയം എന്ന് പറയുമ്പോൾ ഒരു ഹാർട്ട് ബീറ്റിൽ വെൻട്രിക്കിളിൽ നിന്ന് ഇജക്റ്റ് ചെയ്യുന്ന ബ്ലഡിൻ്റെ അളവാണ് സ്ട്രോക്ക് ഓളിയം. കാർഡിയക് ഔട്ട്പുട്ട് കണ്ടുപിടിക്കാൻ സ്ട്രോക്ക് ഓളിയം ഇൻറ്റു ഹാർട്ട് റേറ്റ്. അപ്പോൾ നോർമൽ കാർഡിയക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 4 തൊട്ട് 8 ലിറ്ററാണ് പെർ മിനിറ്റ്. 4 to 8 ലിറ്റർ പെർ മിനിറ്റ്. അപ്പോൾ നമ്മൾ സ്ട്രോക്ക് ഓളിയം പഠിച്ചു, കാർഡിയക് ഔട്ട്പുട്ട് പഠിച്ചു. നെക്സ്റ്റ്, ഇജക്ഷൻ ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ വെൻട്രിക്കിളിൽ നിന്നും ഓരോ കൺട്രാക്ഷൻ്റെ സമയത്തും പമ്പ് ചെയ്യപ്പെടുന്ന ബ്ലഡിൻ്റെ അളവ്, എമൗണ്ട് ഓഫ് ബ്ലഡ് ദാറ്റ് ഈസ് പമ്പ്ഡ് ഔട്ട് ഓഫ് വെൻട്രിക്കിൾ വിത്ത് ഈച്ച് കൺട്രാക്ഷൻ. ഓരോ കൺട്രാക്ഷൻ്റെ സമയത്തും വെൻട്രിക്കിളിൽ നിന്ന് എത്രത്തോളം ബ്ലഡാണ് പമ്പ് ചെയ്യപ്പെടുന്നത്. നോർമൽ വാല്യൂ 50 to 60% ആണ്. നോർമൽ ഇജക്ഷൻ ഫ്രാക്ഷൻ എത്രയാണ്? 50 തൊട്ട് 65% വരെ. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ സ്ട്രോക്ക് ഓളിയം പറഞ്ഞു, കാർഡിയക് ഔട്ട്പുട്ട് പറഞ്ഞു, ഇജക്ഷൻ ഫ്രാക്ഷൻ പറഞ്ഞു. അടുത്ത് നമ്മൾ നോക്കുന്നത് കാർഡിയക് സൈക്കിൾ. ഓരോ ഹാർട്ട് ബീറ്റിലും നടക്കുന്ന കുറച്ച് ഇവൻറ്റ്സ് ഉണ്ട്. അത് മെക്കാനിക്കൽ ആവാം, ഇലക്ട്രിക്കൽ ഇവൻറ്റ്സ് ഉണ്ട്. അതിനെയാണ് കാർഡിയക് സൈക്കിൾ എന്ന് പറയുന്നത്. നോർമൽ കാർഡിയക് സൈക്കിളിൻ്റെ ഡ്യൂറേഷൻ 0.8 സെക്കൻഡ് ആണ്. കാർഡിയക് സൈക്കിൾ എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ ഇവൻറ്റ് ഡ്യൂറിങ് എവരി ഹാർട്ട് ബീറ്റ്. ഓരോ ഹാർട്ട് ബീറ്റിൽ നടക്കുന്ന മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇവൻറ്റ്സിനെയാണ് കാർഡിയക് സൈക്കിൾ എന്ന് പറയുന്നത്. നോർമൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 0.8 സൈക്കിൾ. ഇതിൽ ഹാർട്ടിൻ്റെ റിലാക്സേഷൻ നടക്കും, കൺട്രാക്ഷൻ നടക്കും. റിലാക്സേഷൻ പറയുന്നതാണ് ഡയസ്റ്റോളെ, കൺട്രാക്ഷൻ സിസ്റ്റോളെ. RDCS എന്ന് ഓർത്ത് വെച്ചേക്കാം. റിലാക്സേഷൻ ഡയസ്റ്റോളയും കൺട്രാക്ഷൻ എന്താണ്? സിസ്റ്റോളയാണ്. കാർഡിയക് സൈക്കിൾ എത്രയാണ് നോർമൽ റേറ്റ്? നോർമൽ ഡ്യൂറേഷൻ എത്രയാണ്? 0.8 സെക്കൻഡ്. ഓക്കെ. അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആദ്യം പറയാനുള്ളത്. ഇനി നമുക്ക് ഡയഗ്നോസ്റ്റിക് മെഷേഴ്സിലോട്ട് പോകാം. ഈ പറഞ്ഞ സ്ട്രോക്ക് ഓളിയം, കാർഡിയക് ഔട്ട്പുട്ട്, കാർഡിയക് സൈക്കിളൊക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് പേഷ്യൻ്റെ ഹാർട്ടിൻ്റെ ഫങ്ഷൻസ് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത് ബ്ലഡ് മാർക്കേഴ്സ്, കാർഡിയക് മാർക്കേഴ്സിലോട്ട് പോകാം. ഫസ്റ്റ് വൺ, ട്രോപ്പോണിൻ എന്ന് പറയുന്നത് മയോകാർഡിയത്തിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീനാണ്. ഓക്കെ. നമുക്കൊരു MI വരുവാണെങ്കിൽ ഈ ട്രോപ്പോണിൻ 3 hours റൈസ് ആവും. ഇതിൻ്റെ ഹയസ്റ്റ് പീക്ക് കാണുന്നത് 24 to 48 hour ആയിരിക്കും. ഒരു 7 to 10 days അത് ബ്ലഡിൽ റിമെയിൻസ് ആയിട്ട് നിൽക്കും. ട്രോപ്പോണിൻ എന്ന് പറയുന്ന ഒരു കോൺട്രാക്റ്റൈൽ പ്രോട്ടീനാണ്, മയോകാർഡിയത്തിലാണ് കാണപ്പെടുന്നത്. MI വരുവാണെങ്കിൽ MIയുടെ കേസിൽ 3 hours തന്നെ ഇത് റൈസ് ആവും. അതുപോലെ തന്നെ ഇതിൻ്റെ പീക്ക് ലെവൽ കാണപ്പെടുന്നത് 24 to 48 hours ഒരു 7 to 10 days വരെ നമ്മുടെ ശരീരത്തിൽ ഇതിൻ്റെ അളവ് കാണപ്പെടും. നമ്മുടെ ബ്ലഡിൽ ട്രോപ്പോണിൻ കാണപ്പെടും. ഇനി നമുക്ക് ട്രോപ്പോണിൻ T ഉണ്ട്, ട്രോപ്പോണിൻ I ഉണ്ട്.
ട്രോപ്പോണിൻ ടി എന്ന് പറയുമ്പോൾ മോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള കാർഡിയക് മാർക്കറാണ്. ആക്യുറേറ്റിൽ ടി ഉണ്ട്, ട്രോപ്പോണിൻ ടി. അപ്പോൾ ടി ഓർത്ത് വയ്ക്കുക. ആക്യുറേറ്റ് ട്രോപ്പോണിൻ ടി ആണ്. അതുപോലെ തന്നെ MI കൺഫേം ചെയ്യണമെങ്കിൽ ട്രോപ്പോണിൻ്റെ അളവ് മോർ ദാൻ 2.3 Ng/ml ആയിരിക്കണം. ട്രോപ്പോണിൻ ടി മോർ ദാൻ 2.3 Ng/ml ആയിരിക്കണം. പക്ഷേ ട്രോപ്പോണിൻ ടിക്ക് ഒരു പ്രശ്നമുണ്ട്. കാരണം റീനൽ ഇമ്പയർമെൻ്റ് ഉണ്ട്. ഒരു പേഷ്യൻറ്റിന് റീനൽ ഇമ്പയർമെൻ്റ് ഉണ്ടെങ്കിൽ ഇത് ഫാൾസ് പോസിറ്റീവ് കാണിക്കാം. നമുക്ക് MI ആണോ റീനൽ ഇമ്പയർമെൻറ്റ് കാരണമാണോ ട്രോപ്പോണിൻ ടി എലിവേറ്റ് ചെയ്തതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതിനൊരു ഇഷ്യൂ അവിടെ ട്രോപ്പോണിൻ ടിയിൽ വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ട്രോപ്പോണിൻ ഐ മോസ്റ്റ് സ്പെസിഫിക് കാർഡിയോ മാർക്കർ എന്ന് പറയുന്നത്. ട്രോപ്പോണിൻ ഐ സ്പെസിഫിക്കിലും ഐ ഉണ്ട്, ട്രോപ്പോണിൻ ഐയിൽ ആ ഐയും ഈ ഐയും ഓർത്ത് വയ്ക്കാം. മോസ്റ്റ് സ്പെസിഫിക് ആയിട്ടുള്ള കാർഡിയോ മാർക്കർ ഏതാണ്? ട്രോപ്പോണിൻ ഐ ആണ്. ഇതിൻ്റെ നോർമൽ റേഞ്ച് ലെസ് ദാൻ 0.1 Ng/ml ആണ്. നോർമൽ റേഞ്ച് ലെസ് ദാൻ 0.1 Ng/ml. അപ്പോൾ ട്രോപ്പോണിൻ ടി ഐയും കിട്ടിയോ? ട്രോപ്പോണിൻ ടി മോസ്റ്റ് ആക്യുറേറ്റ് കാർഡിയോ മാർക്കറും ട്രോപ്പോണിൻ ഐ മോസ്റ്റ് സ്പെസിഫിക് കാർഡിയോ മാർക്കറുമാണ്. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് CK-MB, ക്രിയാറ്റിൻ കൈനേസ് MB. CK-MB ഇൻക്രീസ് ചെയ്യുന്നത് ഒരു 4 to 6 അവർ ആകുമ്പോൾ, ഇപ്പോൾ MI സ്റ്റാർട്ട് ചെയ്ത് ഒരു 4 to 6 അവർ ആകുമ്പം CK-MB എലിവേറ്റ് ചെയ്യും. പീക്ക് കാണപ്പെടുന്നത് 18 to 24. നമ്മുടെ ട്രോപ്പോണിങ്ങിൻ്റെ ഹയസ്റ്റ് ലെവൽ പീക്ക് കാണപ്പെടുന്നത് 24 to 48 അവറും CK-MB 18 to 24 അവറുമാണ്. അതുപോലെ തന്നെ നോർമലി റിട്ടേൺ ആവുന്നത് എപ്പോഴാണ്? 3 ഡേയ്സിനുള്ളിൽ തന്നെ CK-MB നോർമൽ റേഞ്ചിലോട്ട് പോകും. നോർമൽ റേഞ്ച് 25 to 175 ഇൻ്റർനാഷണൽ യൂണിറ്റ് പെർ ലിറ്റർ. CK-MB MI വന്ന് 4 to 6 മണിക്കൂറിനുള്ളിൽ എലിവേറ്റ് ചെയ്യും. പീക്ക് കാണപ്പെടുന്നത് 18 to 24 അവേഴ്സിലാണ്. 3 ഡേയ്സ് കഴിയുമ്പോൾ നോർമൽ റേഞ്ചിലോട്ടെത്തും. നോർമൽ വാല്യൂ എന്ന് പറയുന്നത് 25 to 175 ഇൻ്റർനാഷണൽ യൂണിറ്റ് പെർ ലിറ്റർ ആണ്. ഓക്കെ, CK-MB മനസ്സിലായെന്ന് കരുതുന്നു. നെക്സ്റ്റ് വൺ മയോഗ്ലോബിൻ. മയോഗ്ലോബിൻ എന്ന് പറയുന്നത് ഒരു ലോ മോളിക്കുലർ വെയിറ്റ് ഹീം പ്രോട്ടീനാണ്. എവിടെ കാണപ്പെടുന്ന? കാർഡിയക് അല്ലെങ്കിൽ സ്കെൽട്ടൽ മസിൽ കാണപ്പെടുന്ന ഒരു ലോ മോളിക്കുലർ വെയിറ്റ് ഹീം പ്രോട്ടീനാണ് മയോഗ്ലോബിൻ. നമ്മുടെ MI വന്നാൽ ഫസ്റ്റ് എലിവേറ്റ് ചെയ്യുന്ന കാർഡിയക് മാർക്കർ എന്ന് പറയുന്നത് മയോഗ്ലോബിനാണ്. അതായത് 1 അവറിനുള്ളിൽ തന്നെ മയോഗ്ലോബിൻ എലിവേറ്റ് ചെയ്യും. ഓക്കെ, കിട്ടിയോ? കാർഡിയക് ആൻഡ് സ്കെൽട്ടൽ മസിൽ കാണപ്പെടുന്ന ഒരു ഹീം പ്രോട്ടീൻ, ലോ മോളിക്കുലർ വെയിറ്റ് ഹീം പ്രോട്ടീനാണ് മയോഗ്ലോബിൻ. കാർഡിയക് മാർക്കർ ഫസ്റ്റ് എലിവേറ്റ് ചെയ്യുന്ന കാർഡിയക് മാർക്കർ MIയിൽ ഫസ്റ്റ് എലിവേറ്റ് ചെയ്യുന്ന കാർഡിയക് മാർക്കർ ഏതാണ്? മയോഗ്ലോബിൻ ആണ്. അതായത് 1 അവറിനുള്ളിൽ തന്നെ എലിവേറ്റ് ചെയ്യും. ഇതിൻ്റെ നോർമൽ റേഞ്ച് മെയിലാണെങ്കിൽ 15 തൊട്ട് 95 mg/dl, 15 to 95 mg/dl. ഫീമെയിലിൽ 10 to 60 mg/dl. മെയിലിൽ 15 to 95 mg/dl, ഫീമെയിലിൽ 10 to 60 mg/dl ആണ് നോർമൽ റേഞ്ച്. അപ്പം നമ്മൾ ട്രോപ്പോണിൻ പഠിച്ചു, CK-MB പഠിച്ചു, മയോഗ്ലോബിൻ പഠിച്ചു. അടുത്തത് ലാക്റ്റേറ്റ് ഡീഹൈഡ്രജനേസ്. ബ്ലഡ് ലെവലിൽ പീക്ക് ആവുന്നത് 72 hours of MIയിലാണ്. പിന്നെ ഇവിടെ ഒരു ഫ്ലിപ്ഡ് പാറ്റേൺ കാണപ്പെടുന്നുണ്ട്. അതായത് ലാക്റ്റേറ്റ് ഡീഹൈഡ്രജനേസ് 1 ഉണ്ട്, 2 ഉണ്ട്. 2-നേക്കാളും വലുതാണ് 1. ഏത് സമയത്ത്? MIയുടെ സമയത്ത്. നോർമലി LDH2 ആണ് വലുത്. 1ൻ്റെ റേഞ്ച് കുറവാണ്. പക്ഷേ MIയിൽ ഇത് ഫ്ലിപ്ഡ് പാറ്റേൺ ആയിട്ട് കാണിക്കുന്നു. അതാണ് ലാക്റ്റേറ്റ് ഡീഹൈഡ്രജനേസിനെ പറ്റി പറയാനുള്ളത്. നെക്സ്റ്റ് വൺ C-ക്രിയാറ്റീവ് പ്രോട്ടീൻ. C-ക്രിയാറ്റീവ് നമുക്കറിയാം, ഇൻഫ്ലമേഷനൊക്കെ വരുമ്പോൾ ഒരു മാർക്കറാണല്ലേ. CRP നമ്മൾ ഒരു സെപ്റ്റിക്കിൻ്റെ ടൈമിലൊക്കെയാണ് നമ്മൾ C-ക്രിയാറ്റീവ് പ്രോട്ടീൻ നോക്കുന്നത്. അതുപോലെ തന്നെ കാർഡിയക് ഡിസീസ് പ്രെഡിക്റ്റ് ചെയ്യാനും C-ക്രിയാറ്റീവ് പ്രോട്ടീന് പറ്റും. ഇതിൻ്റെ നോർമൽ റേഞ്ച് ലെസ് ദാൻ 1 mg/L. ഓക്കെ ആണല്ലോ? നോർമൽ റേഞ്ച് ലെസ് ദാൻ 1 mg/L ആണ്. അടുത്തത് ഹോമിയോസിസ്റ്റീൻ എന്ന് പറയുന്നത് ഒരു കാർഡിയോവാസ്കുലർ ഡിസീസിൻ്റെ ഇൻഡിക്കേറ്ററാണ്. നമ്മൾ എപ്പോഴാണ് അതൊരു ഇൻഡിക്കേറ്ററായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്? ത്രോംബെ ഫോർമേഷൻ. ഹോമോസിസ്റ്റീൻ നമ്മുടെ ബ്ലഡിലൊക്കെ കൂടുകയാണെങ്കിൽ അതിൻ്റെ ഇൻഡിക്കേറ്റർ എന്താണ്? ത്രോംബെ ഫോർമേഷന് ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ത്രോംബെ ഫോർമേഷൻ ആയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ B-ടൈപ്പ് നാട്രിയൂറിറ്റിക് പെപ്റ്റൈഡ്. ഓക്കെ, ഈ നാട്രിയൂറിറ്റിക് പെപ്റ്റൈഡ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇത് സോഡിയത്തിൻ്റെയും വാട്ടർ എക്സ്ക്രീഷനും കൂട്ടും.
സോഡിയത്തിൻ്റെയും വാട്ടറിൻ്റെയും എക്സ്ക്രീഷൻ കൂട്ടും. അതുപോലെ തന്നെ ഹാർട്ട് ഫെയിലിയറിൻ്റെ ടൈമിൽ ഇത് എലിവേറ്റ് ചെയ്യും. ഹാർട്ട് ഫെയിലിയറിൻ്റെ ടൈമിൽ എലിവേറ്റ് ചെയ്യും. BNB, ബിയുടെ ഫുൾ ഫോം ബ്രെയിൻ ആണ് കേട്ടോ. ബ്രെയിൻ നാട്രിയൂറിറ്റിക് പെപ്റ്റൈഡ് എന്നാണ് പറയുന്നത്. BNB എന്നാണ് പറയുന്നത്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹാർട്ടാണ്. ബ്രെയിൻ നാട്രിയൂറിക് പെപ്റ്റൈഡ് എന്നാണ് പേരെങ്കിലും ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹാർട്ടാണ്. അതുകൊണ്ട് തെറ്റിപ്പോകരുത്. BNB പ്രൊഡ്യൂസ്ഡ് ബൈ ഹാർട്ടാണ്. ഹാർട്ട് ഫെയിലിൻ്റെ ടൈമിലായിരിക്കും എലിവേറ്റ് ചെയ്യുന്നത്. നോർമൽ വാല്യൂ എന്ന് പറയുന്നത് 51.2 pg/ml ആണ്. 51.2 pg/ml ആണ്. ഓക്കെ, കിട്ടിയല്ലോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് കാർഡിയക് മാർക്കേഴ്സ്. ഇനി നമുക്ക് അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റാണ് ലിപ്പിഡ് പ്രൊഫൈൽ. ലിപ്പിഡ് പ്രൊഫൈലിന് നമുക്കറിയാം 12 hour ഫാസ്റ്റിംഗ് വേണം. അതുപോലെ തന്നെ ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ ഒരു പ്രൊട്ടക്റ്റീവ് റോളുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആർട്ടറി വാൾസിലെ ഫാറ്റ് മോളിക്യൂൾസിനേക്ക് ഇത് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകും. അത് കാരണം കൊറോണറി ആർട്ടറി ഡിസീസിൻ്റെ ചാൻസ് കുറയുന്നുണ്ട്. ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീന് ഒരു ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഉണ്ട്. നമ്മുടെ ആർട്ടറി വാൾസിലെല്ലാം ഫാറ്റ് മോളിക്യൂൾസിനെല്ലാം ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകും. അത് കാരണം എന്ത് ചെയ്യും, കൊറോണറി ആർട്ടറി ഡിസീസ് വരാനുള്ള ചാൻസ് കുറവാണ്. അതുകൊണ്ട് നമ്മൾ HDLനെ കാർഡിയക് പ്രൊട്ടക്റ്റീവ് ലിപ്പോപ്രോട്ടീൻ എന്ന് പറയും. കാർഡിയക് പ്രൊട്ടക്റ്റീവ് ലിപ്പോപ്രോട്ടീൻ. ഇനി നമുക്കിതിൻ്റെ ഓരോ റേഞ്ച് നോക്കാം. കൊളസ്ട്രോൾ <200 mg/dl ആണ്. ട്രൈഗ്ലിസറൈഡ് <150. കൊളസ്ട്രോൾ <200 mg/dl, ട്രൈഗ്ലിസറൈഡ് <150 mg/dl. ഇനി HDL ആണെങ്കിൽ ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ ആണെങ്കിൽ മെയിലിൽ >40, ഫീമെയിൽ >50. മെയിൽ 40, ഫീമെയിൽ 50. ഇനി ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ ആണെങ്കിൽ <130 ആയിരിക്കണം. കൊളസ്ട്രോൾ <200, ട്രൈഗ്ലിസറൈഡ് <150, LDH <130. ഇനി ഹൈ ഡെൻസിറ്റി ആണെങ്കിൽ മെയിലിൽ 40 വേണം, ഫീമെയിലിൽ 50 വേണം. ഓക്കെ, കിട്ടിയോ? അപ്പോൾ ഇതാണ് ലിപ്പിഡ് പ്രൊഫൈൽ. ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ ഒരു കാർഡിയക് പ്രൊട്ടക്റ്റീവ് ആണ്. ഓക്കെ, ഇനി അടുത്ത് പറയുന്നത് ഹോൾട്ടർ മോണിറ്ററിങ്. ഹോൾട്ടർ മോണിറ്ററിംഗ് എന്ന് സിമ്പിളാണ്. 24 hour ECG മോണിറ്റർ ചെയ്യുവാണ്. അതാണ് ഹോൾട്ടർ സ്റ്റഡി. ഓക്കെ, 24 hour തൊട്ട് 48 hour വരെ ചെയ്യാറുണ്ട്. ECG റെക്കോർഡ് ചെയ്യുന്നു. അതിനെയാണ് ഹോൾട്ടർ സ്റ്റഡി. ഒരു ഹോൾട്ടർ മെഷീൻ ഉണ്ട്, ഒരു മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ട്. അത് നമ്മുടെ പേഷ്യൻ്റെ ബോഡിയിൽ ഘടിപ്പിച്ചു കൊടുക്കും. അപ്പോൾ നമ്മൾ 24 hour 48 hour കഴിഞ്ഞിട്ട് അതെടുത്തിട്ട് ECG ഫുള്ള് നോക്കും. അപ്പം റെസ്റ്റിൻ്റെ സമയത്ത് ആക്ടിവിറ്റിയുടെ സമയത്ത് എന്തൊക്കെയാണ് പേഷ്യൻ്റ് പറയുന്ന സിംറ്റം അനുസരിച്ച് ECGയിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കി പഠിക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ ട്രെഡ്മിൽ ടെസ്റ്റ് അല്ലെങ്കിൽ സ്ട്രെസ് ടെസ്റ്റിംഗ്. ട്രെഡ്മിൽ ടെസ്റ്റ് അല്ലെങ്കിൽ സ്ട്രെസ് ടെസ്റ്റിംഗ്. ഇതിലെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഫിസിക്കൽ എക്സേർഷൻ സമയത്ത് നമ്മൾ ട്രെഡ്മിൽ കണ്ടിട്ടില്ലേ, ട്രെഡ്മില്ലിൽ നടക്കുന്ന സമയത്ത് ECG ചേഞ്ചസ് നോക്കും. അതായത് ഫിസിക്കൽ ആക്ടിവിറ്റിയുടെ ടൈമും ECG ചേഞ്ചസ് നമ്മൾ ഒബ്സർവ് ചെയ്ത് നോക്കും. അതിന് കുറച്ച് പ്രിക്കോഷൻസ് എടുക്കാറുണ്ട്. നമ്മൾ കംഫർട്ടബിൾ ക്ലോത്ത് ആയിരിക്കണം. കഫീൻ, സ്മോക്കിംഗ് ഒക്കെ 24 hour എങ്കിലും അവോയ്ഡ് ചെയ്യണം. അതുപോലെ തന്നെ ബീറ്റ ബ്ലോക്കേഴ്സ് നമ്മൾ 24 hour വിത്ത്ഹോൾഡ് ചെയ്യും. കഫീൻ, സ്മോക്കിംഗ്, ബീറ്റ ബ്ലോക്കേഴ്സ്. പിന്നെ പ്രൊസീജിയറിൻ്റെ സമയത്ത് ബിഫോർ, ഡ്യൂറിങ്, ആഫ്റ്റർ വൈറ്റൽ സൈൻസിന് ECG ഒക്കെ നോക്കും. അപ്പോൾ ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും ഡിസ്കംഫർട്ട് വരുവാണെങ്കിൽ നമ്മൾ ഉടൻ തന്നെ ചെസ്റ്റ് പെയിൻ, എന്തെങ്കിലും ക്ഷീണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഉടൻ തന്നെ പ്രൊസീജിയർ സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് ECG വേരിയേഷൻ എല്ലാം നോട്ട് ചെയ്യും. ഇതാണ് ട്രെഡ്മിൽ ടെസ്റ്റ് അല്ലെങ്കിൽ സ്ട്രെസ് ടെസ്റ്റിംഗ്. ഓക്കെ, കിട്ടിയോ? ഹോൾട്ടർ മോണിറ്ററിങ് 24 to 48 hours ECG റെക്കോർഡ് ചെയ്യുന്നതാണ് സ്ട്രെസ് ടെസ്റ്റ് അല്ലെങ്കിൽ ട്രെഡ്മിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഫിസിക്കൽ എക്സർസൈസിൻ്റെ സമയത്ത് ECG ചേഞ്ചസ് നോക്കുന്നു. നെക്സ്റ്റ് വൺ എക്കോ കാർഡിയോഗ്രാം. എക്കോ കാർഡിയോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ അൾട്രാസൗണ്ടിൻ്റെ ഹെൽപ്പോടെ അബ്നോമാലിറ്റി, ഹാർട്ടിൻ്റെ അബ്നോമാലിറ്റീസ്, മോഷൻ അബ്നോമാലിറ്റീസ്, വാൾ ഡിഫക്റ്റ് എന്തൊക്കെയുണ്ടോ, എന്തെങ്കിലും അബ്നോമാലിറ്റി ഉണ്ടോ എന്ന് മനസ്സിലാക്കുന്നതാണ് എക്കോ കാർഡിയോഗ്രാം. അതിലൂടെ നമുക്ക് വാൽവുലർ ഫങ്ഷൻസ് മനസ്സിലാവും. ചേംബർ സൈസ്, കൺട്രാക്ഷൻ, കാൽക്കുലേഷൻ, ഇജക്ഷൻ ഫ്രാക്ചറൊക്കെ ചെയ്യുന്നത് എക്കോ കാർഡിയോഗ്രാമാണ്. ഓക്കെ, 50 തൊട്ട് 65 വരെയാണ്, 65% നോർമൽ ഇജക്ഷൻ ഫ്രാക്ഷൻ. ഓക്കെ, മറന്നു പോകരുത്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഈ പോർഷനിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് പറയുന്ന പോയിൻറ്റ്സ് എല്ലാം നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് അറിയാമെന്നുള്ളൊരു കാര്യമാണെങ്കിൽ ഒന്നുകൂടെ കേൾക്കുമ്പോൾ നല്ലൊരു ഫ്രഷപ്പ് തോന്നും. നമുക്ക് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ഓർമ്മ വരും. അതാണ് പറയുന്നത്, നമ്മൾ റിപ്പീറ്റായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ റിപ്പീറ്റായിട്ട് പഠിക്കാൻ പറയില്ലേ. അപ്പോൾ റിപ്പീറ്റായിട്ട് അത് കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഫ്രഷപ്പ് ചെയ്യാൻ പറ്റും. പഠിക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ ഓർമ്മ വരും. ഓക്കെ,
അപ്പോൾ അൾട്രാസൗണ്ടിൻ്റെ ഹെൽപ്പോടെ മോഷൻ അബ്നോർമാലിറ്റീസ് മനസ്സിലാക്കുന്നതാണ് എക്കോകാർഡിയോഗ്രാം. ഇത് പലതരത്തിലുണ്ട്. ഫസ്റ്റ് വൺ സ്ട്രെസ് എക്കോകാർഡിയോഗ്രാഫി. സ്ട്രെസ് എക്കോകാർഡിയോഗ്രാഫി എന്ന് പറയുമ്പോൾ എക്സസൈസ് ടെസ്റ്റും എക്കോയും ഒരുമിച്ച് ചെയ്യും. സ്ട്രെസ് എക്കോകാർഡിയോഗ്രാഫിയിൽ കോമ്പിനേഷൻ ഓഫ് എക്സസൈസ് ടെസ്റ്റ് ആൻഡ് എക്കോയും എക്സസൈസും ഒരുമിച്ച് ചെയ്യും. നെക്സ്റ്റ് വൺ ട്രാൻസ് ഈസോഫേജിയൽ എക്കോകാർഡിയോഗ്രാഫി. ട്രാൻസ് ഈസോഫേജിയൽ എക്കോകാർഡിയോഗ്രാഫിയിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റ് ഈസോഫാഗസിലോട്ട് ഒരു പോയിൻ്റർ കടത്തി വിട്ടിട്ട് ഡയറക്റ്റായിട്ട് എക്കോ നോക്കും. മീൻസ് ഹാർട്ടിൻ്റെ അടുത്ത് വെച്ചിട്ട് നമ്മൾ നോക്കുന്നതാണ് ട്രാൻസ് ഈസോഫേജിയൽ എക്കോകാർഡിയോഗ്രാഫി. നെക്സ്റ്റ് വൺ ഫാർമക്കോളജിക്കൽ എക്കോ. ഫാർമക്കോളജിക്കൽ എക്കോയിൽ നമ്മൾ ഡോബുട്ടമൈൻ അഡ്മിനിസ്റ്റർ ചെയ്തിട്ട് എക്കോ എടുത്ത് നോക്കും. ഡോബുട്ടമൈൻ അഡ്മിനിസ്റ്റർ ചെയ്തിട്ട് എക്കോ എടുത്ത് നോക്കും. ഇതാണ് 3 ടൈപ്പ് എക്കോകാർഡിയോഗ്രാം. സ്ട്രെസ് എക്കോകാർഡിയോഗ്രാഫി, ട്രാൻസ് ഈസോഫേജിയൽ എക്കോകാർഡിയോഗ്രാഫി, ഫാർമക്കോളജിക്കൽ എക്കോ. മനസ്സിലായല്ലോ? അടുത്ത് പറയുന്നത് ന്യൂക്ലിയർ കാർഡിയോളജി. ന്യൂക്ലിയർ കാർഡിയോളജിയിൽ ടെക്നെറ്റിയം, താലിയം ഇതൊക്കെയാണ് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. നമ്മളൊരു മ്യൂഗ സ്കാൻ നമ്മൾ ചില ഫൈലിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, മ്യൂഗ സ്കാൻ. അപ്പോൾ അതിൻ്റെ ഫുൾ ഫോമാണ് മൾട്ടി ഗേറ്റഡ് അക്വിസിഷൻ സ്കാൻ. മൾട്ടി ഗേറ്റഡ് അക്വിസിഷൻ സ്കാൻ. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഫോം ഒന്ന് ഓർത്ത് വയ്ക്കുക. ഏതൊക്കെ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ആണ് ഉപയോഗിക്കുന്നത്? ടെക്നെറ്റിയം ആൻഡ് താലിയം. ടെക്നെറ്റിയം, താലിയം. അപ്പോൾ പറഞ്ഞതെല്ലാം ഒന്നുകൂടെ ഫ്രഷപ്പ് ചെയ്ത് നോക്കാം നമുക്ക്. അടുത്ത് നമ്മൾ ECGയിലോട്ടാണ് പോകുന്നത്. നമ്മുടെ അല്ലെങ്കിൽ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡയഗ്നോസ്റ്റിക് മെഷറാണ് ECG. നമുക്കൊരു ചെസ്റ്റ് പെയിൻ വന്നോ, ഒരു തളർച്ച വന്നോ, ഒരു ക്ഷീണം വന്നോ, HP കുറഞ്ഞോ, എന്തുണ്ടെങ്കിലും നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഡോക്ടർ എന്താ പറയും? ആ ഒരു ECG എടുത്തിട്ടോ നമുക്ക് ECG തന്നിട്ട് നോക്കാം. അതുകൊണ്ട് ECG ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. ECGയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏകദേശം കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ECG നോക്കാം. ECG എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എക്കോകാർഡിയോഗ്രാഫി എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് അല്ലേ. ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി, ഹാർട്ടിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണ് ഒരു ഗ്രാഫ് പേപ്പറിൽ. ഒരു ഗ്രാഫിക്കൽ റെക്കോർഡാണ് ഇത്. ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഹാർട്ടിനെ റെക്കോർഡ് ചെയ്യുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് നമ്മൾ ECG എന്ന് പറയുന്നത്. ECG കണ്ടുപിടിച്ചത് ആരാണ്? 1985 വില്യം എന്തോവനാണ് ECG ഡിസ്കവർ ചെയ്തത്. 1985. ഇനി നമുക്ക് ECG വേവ്സും സെഗ്മെൻ്റൽ ഉണ്ട്. ഈ ഒരു ഇമേജ് നോക്കി. ഫസ്റ്റ് ഒരു P വേവ് ഉണ്ട്, അത് കഴിഞ്ഞ് PR സെഗ്മെൻറ്റ്, PR ഇൻ്റർവെൽ, QRS കോംപ്ലക്സ്, ST സെഗ്മെൻറ്റ്, ST ഇൻ്റർവെൽ, QT ഇൻ്റർവെൽ. ഇങ്ങനെ കുറച്ച് കോംപ്ലക്സ്, വേവ്, ഇൻ്റർവെല്ലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ECGയെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് അല്ലെങ്കിൽ ECGയെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇമേജ് ഒന്ന് മനസ്സിൽ വെക്കുക. ഇനി അടുത്ത് പറയുന്ന കാര്യങ്ങൾ ഇമേജുമായിട്ട് കോറിലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ അടുത്ത് നോക്കുന്നത് ECGയിലെ വേവ്സും സെഗ്മെൻറ്റ്സും ആണ്. അവിടെ ഫസ്റ്റ് വരുന്നത് P വേവ്. P വേവിൻ്റെ ഡ്യൂറേഷൻ എത്രയാണ്? 0.06 to 0.12. 6ഉം 12. P വേവ് 0.06 to 0.12 സെക്കൻഡ്. അവിടെ നടക്കുന്ന എന്താണ്? ഡീപോളറൈസേഷൻ ഓഫ് ഏട്രിയ. ഏട്രിയയുടെ ഡീപോളറൈസേഷൻ നടക്കുന്നത് കൊണ്ടാണ് P വേവ് ഫോം ചെയ്യുന്നത്. ഓക്കെ, D കഴിഞ്ഞാണ് R അല്ലേ. ഡീപോളറൈസേഷൻ കഴിഞ്ഞാണ് റീപോളറൈസേഷൻ നടക്കുക. അതുപോലെ തന്നെ ഏട്രിയ കഴിഞ്ഞാണ് A കഴിഞ്ഞാണ് V. അപ്പോൾ അത് ആലോചിച്ച് വയ്ക്കുക. P വേവ് എന്ന് പറഞ്ഞാൽ ഡീപോളറൈസേഷൻ ഓഫ് ഏട്രിയ. സെക്കൻഡ് വൺ QRS കോംപ്ലക്സ്. QRS കോംപ്ലക്സിൻ്റെ ഡ്യൂറേഷൻ എത്രയാണ്? 0.08 to 0.1 സെക്കൻഡ്. 0.08 to 0.1 സെക്കൻഡ്. അവിടെ നടക്കുന്നത് എന്താണ്? ഡീപോളറൈസേഷൻ ഓഫ് ബോത്ത് വെൻട്രിക്കിൾസ്. നെക്സ്റ്റ് വൺ T വേവ്. T വേവിൻ്റെ ഡ്യൂറേഷൻ 0.16 സെക്കൻഡ് ആണ്. അപ്പം നമ്മൾ D കഴിഞ്ഞിട്ട് Pയിലെത്തി, Rലെത്തി. D കഴിഞ്ഞു Rലെത്തി. റീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ. U വേവ് റീപോളറൈസേഷൻ ഓഫ് പുർക്കിഞ്ചി ഫൈബേഴ്സ്. P വേവ് ഡീപോളറൈസേഷൻ ഓഫ് ഏട്രിയ. QRS ഡീപോളറൈസേഷൻ ഓഫ് ബോത്ത് വെൻട്രിക്കിൾ. T വേവ് റീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ. നെക്സ്റ്റ് U വേവ് റീപോളറൈസേഷൻ ഓഫ് പുർക്കിഞ്ചി ഫൈബേഴ്സ്. ഇനി PR ഇൻ്റർവെല്ലാണ് പറയുന്നത്. 0.12 തൊട്ട് 0.2 സെക്കൻഡ്. P വേവ് ഡ്യൂറേഷൻ 0.06 to 0.12 സെക്കൻഡ്. QRS 0.08 to 0.1 സെക്കൻഡ്. T വേവ് 0.16 സെക്കൻഡ്. PR ഇൻ്റർവെൽ 0.12 തൊട്ട് 0.2 സെക്കൻഡ്. ഓക്കെ, ഇത്രയാണ് ECG വേവ്സും സെഗ്മെൻറ്റും. പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്.
അപ്പോൾ ഓർത്തിരിക്കുക. കൂടുതൽ ചോദിച്ചിട്ടുള്ളത് പി വേവ്, QRS കോംപ്ലക്സിൻ്റെ ഡ്യൂറേഷൻ ചോദിച്ചിട്ടുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം മാറി മാറി ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഓർത്തിരിക്കുക. നമ്മുടെ ECG ലീഡ്സ്, പല തരത്തിൽ ECG ലീഡ്സ് ഉണ്ട്. നമ്മൾ പ്ലേസ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ ആയാലും പല തരത്തിലുള്ള ECG ലീഡ്സ് ഉണ്ട്. അപ്പോൾ അതിനെ പറ്റിയാണ് പറയുന്നത്. ജസ്റ്റ് പേര് ഓർത്തിരുന്നാൽ മതി, ഇംഗ്ലീഷ് ചോദിക്കുകയാണെങ്കിൽ എഴുതാം. ഓക്കെ, അതുകൊണ്ട് പറയുന്നതാണ്. ബൈപോളാർ ലീഡ്സ്, യൂണിപോളാർ ലിം ലീഡ്സ്, യൂണിപോളാർ ചെസ്റ്റ് ലീഡ്സ്, ഫ്രോണ്ടൽ ലീഡ്സ്, ട്രാൻസ്വേഴ്സ് ഓർ പ്രീകോർഡിയൽ ലീഡ്സ്. ഇങ്ങനെ 5 തരത്തിൽ ECG ലീഡ്സിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ബൈപോളാർ ലിം ലീഡ്സ് ഏതൊക്കെയാണ്? ലീഡ് 1, 2, 3. 1, 2, 3 ലീഡ്സിനെ ബൈപോളാർ ലിം ലീഡ്സ് എന്ന് പറയുന്നു. അടുത്ത് യൂണിപോളാർ ലിം ലീഡ്സ് ആണ് AVR, AVL, AVF. AVR, AVL, AVF. യൂണിപോളാർ ചെസ്റ്റ് ലീഡ്സ് ആണ് V1 തൊട്ട് V6. നമ്മൾ മെയിൻലി ഈ 3 ലീഡ്സിനെ പറ്റിയാണ് പറയുന്നത്. എന്നാലും ഫ്രോണ്ടൽ ലീഡ്സും ട്രാൻസ്വേഴ്സ് അല്ലെങ്കിൽ പ്രീകോർഡിയൽ ലീഡ്സും ഒന്ന് ഓർത്ത് വെക്കാം. നമുക്ക് നഴ്സിംഗ് ട്യൂട്ടർ എക്സാമിനൊക്കെ എവിടെ നിന്നാണ് ചോദിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, പ്രീകോർഡിയൽ ലീഡ്സ് ഏതൊക്കെയാണ്? 1 to 6. ലീഡ് 1 to 6 പ്രീകോർഡിയൽ അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് ലീഡ്സ് എന്നും, ഫ്രോണ്ടൽ ലീഡ്സ് എന്ന് ലീഡ് 1, 2, 3 AVR, AVL, AVF. അതായത് എല്ലാ ലിം ലീഡ്സിനെയും കൂടെ നമ്മൾ എന്ത് പറയും? ഫ്രോണ്ടൽ ലീഡ്സ് എന്ന് പറയുന്നു. ഇതൊന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. ആദ്യത്തെ 3 എന്തായാലും മറക്കാതെ ഓർമ്മിച്ച് വയ്ക്കുക. ഇനി നമുക്ക് ഹാർട്ട് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ? നമ്മൾ ECG പേപ്പർ വെച്ച് ഹാർട്ട് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. അതിൽ ഒരു ലാർജ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 25 സ്മോൾ സ്ക്വയർ ആണല്ലേ. നമുക്ക് ഇത്രയും നോക്കിയാൽ മനസ്സിലാവും. ഇത്രയും ഒരു ലാർജ് സ്ക്വയർ, അതിനകത്ത് ഇത്ര സ്മോൾ സ്ക്വയർ ഉണ്ട്, 25 സ്മോൾ സ്ക്വയർ ഉണ്ട്. ഇമേജ് ഓക്കെ, നോക്കൂ, മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ഹാർട്ട് റേറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്മൾ ഫസ്റ്റ് ഹാർട്ട് റേറ്റ് കണ്ടുപിടിക്കാൻ ഒരു ECG എടുത്തിട്ട് അതിൻ്റെ RR ഇൻ്റർവെൽ എവിടെയാണെന്ന് നോക്കണം. ഈ ഫസ്റ്റ് ഇമേജ് നോക്കിയാൽ മനസ്സിലാവും, RR ഇൻ്റർവെൽ അല്ലേ? ഞാനിപ്പോൾ തൊടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് കരുതുന്നു. ഈ RR ഇൻ്റർവെൽ കണ്ടുപിടിച്ചിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് എത്ര ലാർജ് സ്ക്വയർ ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. നമ്മൾ ECG പേപ്പർ എടുക്കാൻ പറയാൻ ഇച്ചിരി ഡാർക്കായിട്ട് ലാർജ് സ്ക്വയർ കൊടുത്തേക്കും. അപ്പോൾ ലാർജ് സ്ക്വയർ എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. എന്നിട്ട് 300 ഡിവൈഡഡ് ബൈ ഈ ലാർജ് സ്ക്വയർ, 300 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ലാർജ് സ്ക്വയർ ബിറ്റ്വീൻ 2 അഡ്ജസൻറ്റ് R വേവ്. ഇനി സ്മോൾ സ്ക്വയർ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ 1500 ഡിവൈഡഡ് ബൈ സ്മോൾ സ്ക്വയർ. മനസ്സിലായോ? RR ഇൻ്റർവെല്ലിൽ കണ്ടുപിടിക്കുക, അതിനിടയ്ക്ക് എത്ര ലാർജ് സ്ക്വയർ എന്ന് കണ്ടുപിടിക്കുക. ലാർജ് സ്ക്വയർ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം, സ്മോൾ സ്ക്വയർ വെച്ചും കണ്ടുപിടിക്കാം. ലാർജ് സ്ക്വയർ വെച്ചാണെങ്കിൽ 300 ഡിവൈഡഡ് ബൈയും, സ്മോൾ സ്ക്വയർ ആണെങ്കിൽ 1500 ഡിവൈഡ് ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കിയപ്പോൾ RR ഇൻ്റർവെൽ 5 ആണ് കിട്ടിയത്. അപ്പോൾ 300 ഡിവൈഡഡ് ബൈ 5 ഈസ് ഈക്വൽ ടു 60. അതായിരിക്കും ഹാർട്ട് റേറ്റ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടൊരു കാര്യമാണ്. ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് ECG ലീഡ്സ് പ്ലേസ്മെൻറ്റ് നമ്മൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ കാണുന്നതാണ്, നമ്മൾ ECG ഒക്കെ എടുക്കുന്നതുമാണ്. ഇനി V1 വയ്ക്കുന്ന എവിടെയാണ്? 4th ഇൻ്റർകോസ്റ്റൽ സ്പേസ് റൈറ്റ് ഓഫ് ദ സ്റ്റേർണം. V2 4th ഇൻ്റർകോസ്റ്റൽ സ്പേസ് ലെഫ്റ്റ് ടു ദ സ്റ്റേർണം. V3 ഡയറക്ട്ലി ബിറ്റ്വീൻ ലീഡ് 2 ആൻഡ് ലീഡ് 4. ലീഡ് 4 എവിടെയാണ്? 5th ഇൻ്റർകോസ്റ്റൽ സ്പേസ് അറ്റ് മിഡ് ക്ലാവിക്കുലർ ലൈൻ. V5 level with V4 at the anterior axillary line. V6 level with 5 at mid axillary line. V1 4th intercostal space right of the sternum. V2 4th intercostal space to the left of the sternum. V3 directly between lead V2 and V4. V4 എവിടെയാണ് വെക്കുന്നത്? 5th intercostal space at mid clavicular line. V5 level with 4 at the left anterior axillary line. V6 level with V5 at mid axillary line. ഇതിൽ ഈ ഇമേജ് നോക്കിയാൽ ആ V4 V5 V6ൻ്റെയൊക്കെ ആ ഒരു ലെവൽ വരച്ചിരിക്കുന്ന കാണാം അല്ലേ? V4 നോക്കിയാൽ മിഡ് ക്ലാവിക്കുലർ ലൈൻ ബിലോ ദ നിപ്പിൾ വരച്ചിട്ടുണ്ട്. V5 ആൻറ്റീരിയർ ആക്സിലറി ലൈൻ വരച്ചിട്ടുണ്ട്. V6 ലെഫ്റ്റ് മിഡ് ആക്സിലറി ലൈനും വരച്ചിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ ഇതൊന്ന് ഓർത്തിരിക്കുക, ഇമേജ് കൂടെ വെച്ച് നോക്കി പഠിക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ ക്ലിയറാണ്.
അപ്പം നമ്മൾ ഇ സി ജിയുടെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി ഇ സി ജി നമ്മൾ അബ്നോർമലാണ്. അപ്പം ഞാൻ പ്രീവിയസ്ലി ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ അബ്നോർമൽ ഇ സി ജിയിൽ പറയുന്നുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ ഇ സി ജിയെ പറ്റി മാത്രം നമുക്കൊരു ക്ലാസ് എടുക്കാൻ വേണ്ട ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഡയഗ്നോസ്റ്റിക് മെഷേഴ്സ് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇ സി ജി പറഞ്ഞതേ ഉള്ളൂ. ഇ സി ജിയെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഇതിനെപ്പറ്റി കൂടുതൽ ഞാൻ പറയുന്നതാണ്. പിന്നെ പാത്തോളജിക്കൽ ഇ സി ജി ചേഞ്ചസ്. ഇൻവേർട്ടഡ് പി വേവ് കാണപ്പെടുന്നത് ജംഗ്ഷണൽ റിതത്തിലാണ് ഇൻവേർട്ടഡ് പി വേവ് കാണപ്പെടുന്നത്. ഇനി വൈഡ് പി വേവ് ആണെങ്കിൽ എന്താണ് അർത്ഥം? ലെഫ്റ്റ് ഏട്രിയൽ എൻലാർജ്മെൻറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫിയിലാണ് വൈഡ് പി വേവ് കാണുന്നത്. പീക്ക്ഡ് പി വേവ് റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി. അടുത്ത് സോ ടൂത്തഡ് പി വേവ് ആണെങ്കിൽ ഏട്രിയൽ ഫ്ലട്ടർ. പി വേവ് ആബ്സെൻ്റ് ആണെങ്കിൽ എന്താണ്? ഏട്രിയൽ ഫിബ്രിലേഷൻ. ഇൻവേർട്ടഡ് പി വേവ് ആണെങ്കിൽ ജംഗ്ഷണൽ റിതം, വൈഡ് പി വേവ് ലെഫ്റ്റ് ഏട്രിയൽ എൻലാർജ്മെൻറ്റ്, പീക്ക്ഡ് പി വേവ് റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി, സോ ടൂത്ത്ഡ് പി വേവ് ഏട്രിയൽ ഫ്ലട്ടർ, ആബ്സെൻറ്റ് പി വേവ് ഏട്രിയൽ ഫിബ്രിലേഷൻ. ഇനി അടുത്ത എക്സ് ടി സെഗ്മെൻറ്റ് എലിവേഷനെ പറ്റിയാണ് പറയുന്നത്. ഇമേജ് നോക്കുക. നമ്മൾ ഇതിൽ എസ് ടി സെഗ്മെൻറ്റ് എവിടെയാണെന്ന് കണ്ടല്ലോ. എസ് ടി സെഗ്മെൻറ്റ് ഇതാണ്. അപ്പോൾ ഇവിടെ നോക്കുക, എസ് ടി സെഗ്മെൻറ്റ് അവിടെ എലിവേറ്റ് ചെയ്തിരിക്കുന്നു. ആ ഇമേജ് നോക്കിയാൽ നന്നായിട്ട് മനസ്സിലായോ? എസ് ടി സെഗ്മെൻറ്റ് ഇവിടെ നോർമലിൽ ഫ്ലാറ്റ് ആണ്. പക്ഷേ എസ് ടി സെഗ്മെൻറ്റ് എലിവേറ്റഡ് എം എയുടെ കാര്യത്തിൽ നമ്മുടെ ആ എസ് ടി സെഗ്മെൻറ്റ് എവിടെ ഇരിക്കുന്നതെന്ന് നോക്കിയേ. അപ്പോൾ ഇ സി ജി നമ്മളൊരു ഇ സി ജി എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള ചേഞ്ചസ് നോക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും. എസ് ടി എലിവേഷൻ എപ്പോഴാണ് ഉണ്ടാകുന്നത്? അക്യൂട്ട് എം ഐ അല്ലെങ്കിൽ പ്രിൻസ് മെറ്റൽസ് ആൻജൈന. പ്രിൻസ് മെറ്റൽ ആൻജൈന ഞാൻ കണ്ടീഷൻസ് എടുക്കുമ്പോൾ പറഞ്ഞിരുന്നതാണ്. എസ് ടി ഡിപ്രഷൻ ആണെങ്കിൽ എപ്പോഴാണ് ഉണ്ടാകുന്നത്? ഹൈപ്പോകലീമിയ അല്ലെങ്കിൽ ഇസ്കീമിയയുടെ കേസിലാണ് എസ് ടി ഡിപ്രഷൻ ഉണ്ടാകുന്നത്. എലിവേഷൻ അക്യൂട്ട് എം ഐ പ്രിൻസ് മെറ്റൽ ആൻജൈന, എസ് ടി ഡിപ്രഷൻ ഇസ്കീമിയ ആൻഡ് ഹൈപ്പോകലീമിയ. ഇത്രയാണ് പാത്തോളജിക്കൽ ഇ സി ജി ചേഞ്ചസ് പറയുന്നത്. അപ്പോൾ ഈ നമ്മുടെ ഡയഗ്നോസ്റ്റിക് മെഷേഴ്സ് എല്ലാം കഴിഞ്ഞു. ഇനി ഞാൻ പറയുന്ന ഒരു ട്രിക്കി ആയിട്ടൊരു നമുക്ക് ഓർത്തിരിക്കാൻ അല്ലെങ്കിൽ പാടുള്ളൊരു സംഭവമാണ് ആഫ്റ്റർ ലോഡും പ്രീ ലോഡും. അതെപ്പോഴും നമുക്ക് കൺഫ്യൂഷനായി പോകില്ല. എനിക്ക് എപ്പോഴും കൺഫ്യൂഷനാവുന്ന കാര്യമാണ് ആഫ്റ്റർ ലോഡും പ്രീ ലോഡും. എത്ര പഠിച്ചാലും അത് നമുക്ക് ഓർത്തിരിക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം ഒരു ഈസി ടെക്നിക്കിലൂടെ, ഒരു ഇമേജിലൂടെ എളുപ്പത്തിൽ പറഞ്ഞുതരാം. ഇമേജ് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. പ്രീ ലോഡ് എന്ന് പറയുമ്പോൾ അകത്തോട്ട് വരുന്നു, ആഫ്റ്റർ ലോഡ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ടാപ്പ് ഉണ്ടല്ലേ, അപ്പോൾ പുറത്തോട്ട് പോകുന്നു. പക്ഷേ അവിടെ ഒരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നുണ്ട് വെൻട്രിക്കിളിന്. പ്രീ ലോഡ് എന്ന് പറയുമ്പോൾ വെൻട്രിക്കിളിലോട്ട് വരുന്ന വോളിയം ഓഫ് ബ്ലഡിനെയാണ് പ്രീ ലോഡ് എന്ന് പറയുന്നത്. ആഫ്റ്റർ ലോഡ് എന്ന് പറയുമ്പോൾ അത് പുറത്തോട്ട് പോകുന്നുണ്ട്, പക്ഷേ ഒരു റെസിസ്റ്റൻസ് അവിടെ ഉണ്ട്. അതിനെയാണ് ആഫ്റ്റർ ലോഡ് എന്ന് പറയുന്നത്. സിമ്പിളാണ്. പ്രീ ലോഡ് എന്ന് പറയുമ്പോൾ വോളിയം കമ്മിങ് ടു വെൻട്രിക്കിൾ. ആഫ്റ്റർ ലോഡ് ഒരു റെസിസ്റ്റൻസ് ആണ്. ലെഫ്റ്റ് വെൻട്രിക്കിൾ മസ്റ്റ് ഓവർകം ടു സർക്കുലേറ്റ് ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ലെഫ്റ്റ് വെൻട്രിക്കിൾ ഓവർകം ചെയ്യേണ്ട ഒരു റെസിസ്റ്റൻസ് ആണ് ആഫ്റ്റർ ലോഡ്. ഓക്കെ, മനസ്സിലായി? ഈ ഇമേജ് ഓർത്ത് വയ്ക്കുക. പ്രീ ലോഡ് ആഫ്റ്റർ ലോഡ് ഒരുപാട് തവണ എക്സാമിൽ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ആവുന്ന ഒരു ക്വസ്റ്റ്യനാണ് പ്രീ ലോഡും ആഫ്റ്റർ ലോഡും. അപ്പോൾ ഈ ഇമേജ് മനസ്സിലോർത്ത് വയ്ക്കുക. പ്രീ ലോഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഓളിയും വന്നുകൊണ്ടിരിക്കുന്നു. ആഫ്റ്റർ ലോഡ് പക്ഷേ അവിടെ ഒരു ടേപ്പ് കണ്ടോ, ആ ഒരു റെസിസ്റ്റൻസ് കൂടെ ഉണ്ട്. ഈ ഒരു ടേപ്പ് അവിടെ ഒരു റെസിസ്റ്റൻസ് കൂടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് പ്രീ ലോഡും ആഫ്റ്റർ ലോഡും. ഓക്കെ, ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.